ഹായ് ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ബേസിക് ഇലക്ട്രോണിക് സീരീസിന്റെ 14ാമത്തെ എപ്പിസോഡിലോട്ട് എത്തിയിരിക്കണം. ഈ ഒരു സീരീസോട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്നേ വരെ കോഡിംഗ് ഒന്നും ചെയ്തു നോക്കാത്ത ആളുകൾ സ്വന്തമായിട്ട് IoT പ്രോജക്റ്റ് ഒക്കെ ചെയ്യണം, സ്വന്തമായിട്ട് എന്താ പറയുക ഒത്തിരി കാര്യം ട്രൈഔട്ട് ചെയ്യണം എന്നുള്ള ആളുകൾ, പക്ഷേ കോഡിംഗ് ചെയ്യാൻ അറിയില്ല, കമ്പോണൻസ് കയ്യിലില്ല, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയില്ല, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു സീരീസാണ് ബേസിക് ഇലക്ട്രോണിക് സീരീസ് എന്നുള്ള ഇതിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് നമ്മൾ 14ാമത്തെ ദിവസത്തിലാണ്. നമ്മൾ ആദ്യം മുതലേ ഇലക്ട്രോണിക് കമ്പോണൻസ് ഒക്കെ കവർ ചെയ്ത് വന്നു. പിന്നെ ഒരു 9-10 ദിവസമൊക്കെ ആയപ്പോൾ നമ്മൾ പ്രോഗ്രാമിങ്ങിലോട്ട് വന്നു. അപ്പോൾ ആർഡിനോ പോലുള്ള മൈക്രോ കൺട്രോൾ ബോർഡ് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കോഡ് ചെയ്ത് വരുന്നത്. പിന്നെ നമ്മൾ ഒന്നുകൂടെ മുകളിലോട്ടൊക്കെ പോകുന്ന സമയത്ത് ESP32 പോലുള്ള ഒത്തിരി IoT ലെവലിലോട്ടൊക്കെ നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് ഇങ്ങനെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ റോബോട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ കമ്പോണൻസ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലെ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഗ്രാമിങ്ങിൻ്റെ കണ്ടീഷൻ എന്നുള്ള ഒരു ഇതിനെ കുറിച്ച് കണ്ടാണ്. അപ്പോൾ എന്തിന് കണ്ടീഷൻ യൂസ് ചെയ്യണം, ഇത് ഇല്ലാതെ കോഡ് ചെയ്യാൻ പറ്റുമോ, പിന്നെ അതേപോലെ ഇന്നലെ നമ്മൾ ലൂപ്പ് എന്നുള്ള കോൺസെപ്റ്റ് വെച്ച് പറഞ്ഞു തന്നു. അപ്പോൾ അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യം ഇന്നലെ മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു ഇതുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പ്ലേ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഫസ്റ്റ് മുതൽ തന്നെ കണ്ടുവരാൻ പറ്റും. ഓക്കെ, നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ആർഡിനോ ബോർഡ് എന്ന് പറയുന്നത് യൂനോ ബോർഡൊക്കെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നാനോ ബോർഡ് വെച്ചിട്ട് മെഗ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആർഡിനോ? നമ്മൾ ബിഗിനർ ലെവലിൽ നോക്കുന്ന സമയത്ത് ആർഡിനോ വെച്ചുകൊണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആർഡിനോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, മെല്ലെ 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 പോകും. അപ്പോൾ എന്തിന് കണ്ടീഷൻ യൂസ് ചെയ്യണം? 14ാമത്തെ ദിവസത്തിൽ കണ്ടീഷനാണ്. അപ്പോൾ എന്തിന് കണ്ടീഷൻ യൂസ് ചെയ്യണം? ഫോർ എക്സാമ്പിൾ, ഞാൻ ആദ്യം ഇമേജ് വരയ്ക്കാം, ഒരു ചിത്രം വരയ്ക്കാം. ഇത് ചിത്രം കണ്ടുകൊണ്ട് ആരും കളിയാക്കൊന്നും വേണ്ട, കാരണം ഞാൻ ഭയങ്കര കലാകാരനായതുകൊണ്ട് അങ്ങനെ കണ്ടോ. അപ്പോൾ എന്ത് ചെയ്യാണ്, നമുക്കൊരു സെൻസർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതെന്താണ്? ഒരു സെൻസറാണെന്ന് വിചാരിക്കുക. ഇതിന് സാധാരണ ഇപ്പോൾ ചിത്രം കണ്ടാൽ തോന്നുന്നില്ല, ഒരു അൾട്രാസോണിക് സെൻസർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു സെൻസറാണ്. ഇത് കണ്ണ്, ഫോർ എക്സാമ്പിൾ നമുക്കൊരു കണ്ണിന് എക്സാമ്പിൾ പറയാം. ഇതിന് കുറേ ലെഗുകളൊക്കെ ഉണ്ട്, പിന്നൗട്ടുകളൊക്കെ ഉണ്ട്. ഓക്കെ, കുറേ കണ്ണൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇത് കാണുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിലോട്ടാക്കാം. ഒരു കണ്ണുണ്ട്, കണ്ണാണെന്ന് പറയോ, അല്ല സെൻസർ ആണെന്ന് പറയോ, നിങ്ങൾ വിചാരിക്കട്ടോ. ഓക്കെ, അപ്പോൾ എന്താണ്, നമുക്കൊരു സെൻസർ ഉണ്ട്. പിന്നെ ഇവിടെ എന്താണ്, ഒരു LED ബൾബും ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ LED ബൾബിലോട്ട് എന്ത് ചെയ്യുന്നത്, വയറൊക്കെ കണക്ട് ആക്കിയിട്ടുണ്ട്. ഇവിടത്തിലോട്ട് വയറൊക്കെ കണക്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യുക, റെഡ് കളർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു സെൻസറിലോട്ട് ഒരു LED ഒക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സെൻസറിൻ്റെ മുന്നുകൂടി അല്ലെങ്കിൽ ഈ സെൻസറിൻ്റെ മുന്നിലോട്ട് ഒരു ഒബ്ജക്റ്റ് വന്നു. അതായത് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം പെട്ടെന്ന് മുന്നിൽ കൂടി പോയി. അപ്പോൾ എന്ത് ചെയ്യാണ്, ഈ സെൻസർ മനസ്സിലാക്കി മുന്നിൽ എന്തോ ഒരു ഒബ്ജക്റ്റ് വന്നുകൂടെന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ LED ഒരു പവർ പോയി, LED ഓൺ ആയി. ഓക്കെ, ഇതാണ് ഒരു കണ്ടീഷൻ, LED ഓൺ ആയി. ഇനി സെൻസറിന് മുന്നോട്ട് ഒന്നും വന്നിട്ടില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, സെൻസറിലോട്ട് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, LED ഓഫ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ രണ്ട് കണ്ടീഷനാണ് ഇവിടെ ഉള്ളത്. ഒന്നെന്താണ്, കണ്ടീഷൻ മുന്നിൽ കൂടി എന്തെങ്കിലും ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, LED ഓൺ ആവണം. എന്ത് ചെയ്യണം, LED ഓൺ ആവണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ, ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, LED ഓഫ് ആവണം. അപ്പോൾ ഇതാണ് ഈ കണ്ടീഷൻ്റെ വളരെ ബേസിക് ആയുള്ള ഒരു ഇത് പറഞ്ഞാൽ. ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, വർക്ക് ആവണം, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നും ആകണം. അങ്ങനെയുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫസ്റ്റ് ടൈം തന്നെ ഒരു എക്സാമ്പിൾ തന്നെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിന് തന്നെ കുറേ തിയറി പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല എന്നറിയാം. കാരണം നമ്മളെപ്പോഴും സ്കൂളിൽ പോയി അങ്ങനെയാണ്, കുറേ എന്തെങ്കിലുമൊക്കെ ടീച്ചേഴ്സ് പറയുന്നുണ്ടാവും, പക്ഷെ ഒന്നും മനസ്സിലാവില്ല. പിന്നെ മനസ്സിലായി വെച്ചാൽ ഒക്കെ മനസ്സിലായി അറിയും, ഇവിടെ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾക്ക് ചിത്രം വെച്ച് കാണിച്ചു തന്നാൽ ഇതാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒരു കണ്ടീഷനാണ്. നമുക്ക് കോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഇങ്ങനെയാണ്. അതായത് ആദ്യം ഇഫ് സം കണ്ടീഷൻ, ഈ കണ്ടീഷനകത്ത് ഇപ്പോൾ എന്തും വരാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു സെൻസർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സെൻസറിന് മുന്നിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് പോയാൽ എന്ത് ചെയ്യണം, ഒരു LED വർക്ക് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, വർക്ക് ആവണ്ട എന്നുള്ള കണ്ടീഷനൊക്കെ എഴുതി കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, ഇഫ് എന്ന് ആദ്യം എഴുതും, എന്നിട്ട് അതിനൊരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ എന്താണ്, എൽസ്, ഒന്നെങ്കിൽ കണ്ടീഷൻ വർക്ക് ആവണം, ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ വർക്ക് ആവണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, എൽസിലുള്ളതായിരിക്കും വർക്ക് ആവും. ഒന്നെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻസറിൻ്റെ കാര്യമല്ലേ, മുന്നിൽ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്തായാലും സെൻസർ ഓൺ ആവണം. ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സെൻസർ അല്ല LED ഓൺ ആയിരിക്കണം, ഇവിടെ LED ഓഫ് ആയിരിക്കണം. ഇവിടെ ഇഫിൻ്റെ അകത്തോ LED ഓൺ ആവണം, എൽസിൻ്റെ അകത്ത് LED ഓഫ് ആയിരിക്കണം.
ഇനി ഞാനിത് കമ്പോണൻസ് ഒക്കെ വെച്ചുകാണ്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ടിങ്കർകാർഡ് എന്നുള്ള പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇപ്പോൾ കോഡും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ കമ്പോണൻസ് വേണ്ട, കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്നലെ നമ്മൾ എന്ത് ചെയ്തു, LED ബ്ലിങ്ക് ചെയ്യുന്ന ഒരു കാര്യം വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്ത് പഠിച്ചു വന്നത് അല്ലേ. അപ്പോൾ ഇതായിരുന്നു നമ്മളെ കോഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒഴിവാക്കുകയാണ്. ഇവിടെ നമുക്ക് ഒത്തിരി കമ്പോണൻസ് കിട്ടും, ഫ്രീ ആയിട്ട് ഒത്തിരി കമ്പോണൻസ് ഒക്കെ ചെയ്ത് പഠിക്കാൻ പറ്റും. കമ്പോണൻസ് കയ്യിൽ വേണ്ട കേട്ടോ, വേണ്ടാത്ത നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോഡിങ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബട്ടൺ വെച്ചുകൊണ്ട് ചെയ്ത് നോക്കാം അല്ലേ. നമുക്കൊരു ബട്ടൺ വെക്കാം. ഈ ബട്ടൺ എപ്പോഴാണോ ക്ലിക്ക് ആവുന്നത് അപ്പോൾ LED ഓൺ ആവണം. ഒരു കണ്ടീഷൻ വെക്കാം, ഈ ബട്ടൺ ഓൺ ആണോ എന്നാൽ മാത്രം LED ഓൺ ആയാൽ മതി, ബട്ടൺ ഓഫ് ആണോ എന്നാൽ LED ഓൺ ആവണ്ട. അപ്പോൾ അങ്ങനെയുള്ളൊരു കണ്ടീഷൻ വെക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ChatGPT ഒക്കെ വെച്ചുകൊണ്ട് ചോദിക്കാം. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ സെൽഫ് ലേൺ ചെയ്യാൻ പറ്റും. ഞാനിത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പറയും. പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ഒക്കെ ഇടും. പക്ഷേ LED ChatGPT വെച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചോദിക്കാൻ പറ്റും. എങ്ങനെ ചോദിക്കണം എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ChatGPT പോകണം. ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് കോഡ് ചെയ്യാൻ ഇങ്ങനെ ഫുള്ള് കോഡ് ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല. ഞാൻ ChatGPT വെച്ചുകൊണ്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണ്ടി ഇത്രേ ഉള്ളൂ. ഈ ബട്ടൺ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, LED ഓൺ ആവണം. നിൽക്കാതിരിക്കുന്ന സമയത്ത് LED ഓഫ് ആയിരിക്കണം. ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യാം, നമുക്ക് ആ ബട്ടൺ ഒരു 0യോ 1 ഫിക്സ് ചെയ്ത് കാണാൻ എന്ത് ചെയ്യാം, ചോദിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്തു. പുഷ് ബട്ടൺ സ്വിച്ച് ഇതാണ് അതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. ഒരു പുഷ് ബട്ടൺ സ്വിച്ച് ഉണ്ടാവും. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുക, ബട്ടണൊക്കെ ഇൻപുട്ട് ഡിവൈസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസ് LED ആണ്. ലോജിക് എന്താ വെച്ചാൽ കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് ഇത് വർക്ക് ആവേണ്ടി. ഇനി എന്താണ്, ആർഡിനോ യൂനോ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. ബ്രെഡ് ബോർഡ് ഓപ്ഷനിലുണ്ട്. LED ബൾബ് എടുക്കുക, പുഷ് ബട്ടൺ സ്വിച്ച് വെക്കുക, റെസിസ്റ്റർ കണക്ട് ചെയ്യുക. കാരണം എന്താ, നമുക്ക് കൂടുതൽ പവറൊക്കെ വന്നു കഴിഞ്ഞാൽ LED വർക്ക് കമ്പോണൻസ് പ്രശ്നം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തായിട്ടുണ്ട്, ഇവിടെ കോഡ് എഴുതി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കോഡ് നോക്കട്ടോ. നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേരിയബിൾ. നമ്മൾ മുന്നേ 11ാമത്തെ ദിവസത്തിലൊക്കെയാണ് ഒരു വേരിയബിൾ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചെയ്തിട്ട് എന്താ, ഒരു വേരിയബിൾ സെറ്റ് ചെയ്തത്, ബട്ടൺ കണക്റ്റഡ് ടു ഡിജിറ്റൽ പിന്ന് രണ്ടാമത്തെ പിന്നിലോട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വേരിയബിൾ എന്താണെന്നൊക്കെ അതിന് വീഡിയോ കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഞാൻ അതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നില്ല. കാരണം എൻ്റെ ഒരു ഉദ്ദേശം എന്താ വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് മാക്സിമം കുറക്കുക എന്നുള്ളതാണ്. വീഡിയോയുടെ ലെങ്ത് കൂടുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ബട്ടണിൻ്റെ പിന്ന് രണ്ടാമത്തെ പിന്നായിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ബട്ടൺ പിന്ന് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പിന്നാട്ടോ. ഇതിൻ്റെ LED പിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13ാമത്തെ പിന്നാണ്. ഇതിവിടെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, LED കണക്റ്റഡ് ടു ഡിജിറ്റൽ പിന്ന് 13th പിന്ന്. ഓക്കെ, ദെൻ ബട്ടൺ സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യം ബട്ടണിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, 0 ആയിട്ട് സെറ്റ് ചെയ്തു. വേരിയബിൾ ടു സ്റ്റോർ ബട്ടൺ സ്റ്റേറ്റ്. ബട്ടണിൻ്റെ പിന്ന് ആദ്യം 0 ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ എന്ത് ചെയ്തു, വോൾഡ് സെറ്റപ്പിനകത്തോട്ട് നമ്മൾ വന്നു, പിൻ മോഡ് സെറ്റ് ചെയ്തു. പിൻ മോഡ് എന്താണ്, ബട്ടണിൻ്റെ പിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇനീഷ്യലി ഇൻപുട്ടായിട്ട് സെറ്റ് ചെയ്തു. ബട്ടണിൻ്റെ പിന്നെ ഇൻപുട്ടാണ്, അങ്ങനെ സെറ്റ് ചെയ്തു. പിൻ മോഡ് LED പിന്നെ എന്താണ്, ഔട്ട്പുട്ടാണ്, ഔട്ട്പുട്ട് ഡിവൈസ് ആണ് LED പിന്നെ. LED ഔട്ട്പുട്ട് ഡിവൈസ് ആണല്ലോ. മോഡ് ലൂപ്പിനകത്തോട്ട് വന്നു. ബട്ടൺ സ്റ്റേറ്റ് എന്താണ്, ബട്ടൺ സ്റ്റേറ്റ് ഡിജിറ്റൽ റീഡ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇത് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡിജിറ്റൽ റീഡ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ്, നമ്മൾ നേരെ ഇതിലോട്ട് പോവാം. ആർഡിനോ ഡിജിറ്റൽ റീഡ് എക്സാമ്പിൾ. അപ്പോൾ ഇതെന്താക്കി മനസ്സിലാകാൻ വേണ്ടിയാണ് ഡോക്യുമെന്റേഷനിലോട്ട് പോയി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. ഇങ്ങനെ പഠിക്കുമ്പോൾ എന്താ വെച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഡിജിറ്റൽ റീഡ് എന്താ, ഡിസ്ക്രിപ്ഷൻ റീഡ്സ് ദ വാല്യൂ ടു ഫ്രോം സ്പെസിഫിക് ഡിജിറ്റൽ പിന്ന് എൻ്റർ ഹൈ ഓർ ലോ. നമുക്ക് ഒരു ഇത് എന്താ പറയുക, സ്പെസിഫിക് ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത് എന്തായിരുന്നു, 0 1 അല്ല ഇവിടെ കൊടുത്ത്, എന്താണ് 0 അല്ലെങ്കിൽ 1. അപ്പോൾ എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ 0 ആയിരിക്കും അല്ലെങ്കിൽ 1 ആയിരിക്കും. അത് റീഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്, മനസ്സിലായി. ഓക്കെ, ഇനി ഇഫ് ബട്ടൻ്റെ സ്റ്റേറ്റ് എന്താണ്, ഇനീഷ്യലി എന്താ കൊടുത്തിരിക്കുന്നത്, 0 ആണ്. ബട്ടൻ്റെ സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൺ ആണോ, ഇത് ഇവിടെ കൊടുത്തിരുന്നത് വെച്ചാൽ ഈക്വൽ ടു എന്ന് കാണും. ഇത് ഈക്വൽ ടു അല്ല, ഇത് ഈക്വൽ ടു എന്ന് പറയും. രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്ന് പറയും, ഒന്ന് കൊടുത്താൽ അസൈൻ എന്ന് പറയും. അപ്പോൾ ബട്ടൻ്റെ സ്റ്റേറ്റ് എന്താണ്, ബട്ടൺ ഇപ്പോൾ ഓൺ ആണോ എന്നാണ് നോക്കുന്നത്. ബട്ടൺ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, 1 ആവും. ഇനീഷ്യലി 0 ആയിരിക്കുന്നുണ്ടാവുക, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 1 ആവും. അപ്പോൾ അത് ഹൈ ആണോ എന്ന് നോക്കും. ഹൈ എന്ന് പറഞ്ഞാൽ ഓൺ ആയിരിക്കുന്ന അവസ്ഥയാണോ നോക്കും. അപ്പോൾ ഡിജിറ്റൽ റൈറ്റിൻ്റെ അകത്തും LED പിന്ന് ഹൈ കൊടുത്തിട്ടുണ്ട്, ഓൺ ആക്കും. എൽസ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡിജിറ്റൽ റൈറ്റ് LED പിന്ന് എന്ത് ചെയ്യണം, ഓഫ് ആയിരിക്കണം.
വളരെ സിമ്പിൾ കോഡ് നേരെ കോപ്പി ചെയ്യാം. ഓക്കെ, നേരെ കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ കോഡ് എഡിറ്ററിലോട്ട് വരാം. ഇത് ഇന്നലെ നമ്മൾ കോഡ് ചെയ്തതാണ്, അത് മാറ്റുക, നേരെ ഇത് പേസ്റ്റ് ചെയ്യാം. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളിത് കോഡ് ചെയ്ത് ഇങ്ങനെ ഫസ്റ്റ് മുതൽ തന്നെ വരുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്കും ഒരു ബോറടി ഉണ്ടാവും, ഒത്തിരി ലെങ്ത്തും കൂടുന്നുണ്ട്. ChatGPT നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ പറ്റും. ഒന്നുകൂടെ വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, ബട്ടണിൻ്റെ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കിത് കണക്ട് ചെയ്യാം. അപ്പോൾ എന്താണ്, ഓക്കെ, ഇനി എങ്ങനെ പുഷ് ബട്ടൺ സ്വിച്ച് കണക്ട് ചെയ്യേണ്ടത് നോക്കാം. ക്രിയേറ്റ് സാമ്പിൾ ഡിസൈന്, ഇതാണ് ഡിസൈന്. ഇമേജ് സെറ്റ് ചെയ്യാൻ പറഞ്ഞു, ഇമേജ് കിട്ടുമെന്നാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വെച്ചാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും കേട്ടോ, എങ്ങനെ കണക്ട് ചെയ്യണമെന്നൊക്കെ. ഇത് കണ്ടോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇമേജ് കിട്ടി. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾക്കായിട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അതാണ് ChatGPT യൂസ് ചെയ്താൽ നമുക്ക് വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന AI ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് കോഡ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇനീഷ്യലി ഇത് യൂസ് ചെയ്യുന്നില്ല, നേരെ എന്ത് ചെയ്തു, ബ്രെഡ് ബോർഡ് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ തന്നെ എങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ടിലോട്ട് എന്ത് ചെയ്യാം, നെഗറ്റീവ് പിന്നെ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, നെഗറ്റീവ് കാതോടാണ്, ഗ്രൗണ്ട് കൊടുക്കുക. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇത് ബ്ലാക്ക് കൊടുക്കുക. ബ്ലാക്ക് എന്തിനാ വെച്ചാൽ നെഗറ്റീവാണ്. പിന്നെ നമുക്ക് റെസിസ്റ്റർ യൂസ് ചെയ്യാം. റെസിസ്റ്റർ എന്തിനാ വെച്ചാൽ വോൾട്ടേജിനെ കുറക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നേരെ ഒരു 5 വോൾട്ടൊക്കെ നേരിട്ട് LED കൊടുക്കാക്കണതാണ് നല്ലത്. ഇതിലാവുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ നേരിട്ട് സാധാരണ റിയൽ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആ ഒരു മണ്ടത്തരം ചെയ്യാതിരിക്കുക. കാരണം പ്രശ്നം ഉണ്ടായതുകൊണ്ടല്ല, LED ചിലപ്പോൾ അടിച്ച് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. വലിയ വോൾട്ടേജ് വരുന്ന സമയത്ത് പെട്ടെന്ന് LED പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, എക്സ്റ്റേണൽ പുൾ ഡൗൺ ടു റെസിസ്റ്റർ കോൺഫിഗറേഷൻ. ഓക്കെ, ഒരു ബട്ടൺ കണക്ട് ചെയ്യുന്നുണ്ട്. ആ ബട്ടണിൻ്റെ ഒന്ന് എന്ത് ചെയ്യുന്നത് 5 വോൾട്ടിലോട്ട് പോകുന്നുണ്ട്, മറ്റേത് എന്ത് ചെയ്യുന്നുണ്ട് ഗ്രൗണ്ടിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ഇൻപുട്ട്, അതിൻ്റെ ഔട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. ഒരു ബട്ടൺ എടുത്തു, ഇതിൻ്റെ റെസിസ്റ്റർ ആണ്, നിർബന്ധമൊന്നുമില്ല. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യാം. ഒന്ന് 5 വോൾട്ടിലോട്ട്, നേരെ 5 വോൾട്ടിലോട്ട് പോവാം. 5 വോൾട്ട് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ ബ്ലാക്ക് മാറ്റിക്കാണ്ട് റെഡ് ആക്കാം. റെസിസ്റ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ റെസിസ്റ്ററും കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. ഉദാഹരണം 10K പുൾ റെസിസ്റ്റർ, ഒരു 10K ഹോമിൻ്റെ റെസിസ്റ്ററാണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു 10K റെസിസ്റ്റർ എടുക്കുക. ഇപ്പോൾ 1K ആണിത്, റെസിസ്റ്റർ ഹോം മാറ്റിക്കാണ് എന്ത് ചെയ്യുക, 10Kയിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഇത് കണക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഇതിനെ പിടിച്ചിട്ട് നേരെ ഗ്രൗണ്ടിലോട്ട് കൊടുക്കുക. പുഷ് ബട്ടൺ സ്വിച്ചിന് ഇങ്ങനെ ഇത് അത്യാവശ്യമാണ്, അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സർക്യൂട്ട് കണക്റ്റ് ആക്കി. ഓക്കെ, സെയിം ലൈക്ക് ദിസ്. ബട്ടൺ വന്നിട്ട് ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്കിത് വർക്ക് ആവുന്നുണ്ടോ നോക്കാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മാറ്റാം. കോഡ് സെയിം കോഡാണ്. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ആ LED എന്ത് ചെയ്തു, ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ കോഡ് വർക്ക് ആയിട്ടുണ്ട്. നമ്മൾ എപ്പോഴാണോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മുടെ LED ഓൺ ആവുന്നത്. കണ്ടോ, ബട്ടൺ എപ്പോഴാണോ ഓൺ ആവുന്നത് അപ്പോഴാണ് നമ്മുടെ LED ഓൺ ആവുന്നത്. ഇനി എന്തുകൊണ്ട് ഇത് അങ്ങനെ വർക്ക് ആവുന്നു, കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. ഇനി കോഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇനീഷ്യലി നമ്മൾ ആദ്യം ബട്ടണിൻ്റെ പിന്ന് 2 സെറ്റ് ചെയ്തു. ബട്ടണിൻ്റെ പിന്ന് എന്ത് ചെയ്തു, രണ്ടാമത്തെ പിന്നിലോട്ട് സെറ്റ് ചെയ്തു. ഫസ്റ്റത്തെ പിന്ന് രണ്ടാമത്തിലോട്ട് സെറ്റ് ചെയ്തു. LED പിന്ന് എന്താണ്, 13ാമത്തെ പിന്നോട്ട് സെറ്റ് ചെയ്തു. റെസിസ്റ്റർ വെച്ചാണ് 13ാമത്തെ പിന്നോട്ട് സെറ്റ് ചെയ്ത് മറ്റേ ഗ്രൗണ്ടിലോട്ട് കൊടുത്തു. പിന്നെ ബട്ടണിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്താണ്, 0 സെറ്റ് ചെയ്തു. അതായത് ബട്ടൺ ഇനീഷ്യലി എന്താണ്, ഒന്നും ചെയ്യണ്ട, ഓൺ ആവും വേണ്ട ഓഫ് ആവും വേണ്ട, 0യിൽ കിടക്കുകയാണ്. വേരിയബിൾ പിൻ മോഡ് ബട്ടൺ പിന്നിലോട്ട് വന്നു. ബട്ടൺ പിന്നിലോട്ട് വരുന്ന സമയത്ത് എന്താണ്, ബട്ടൺ പിന്നെ ഇൻപുട്ടായിട്ട് കൊടുത്തു. ഇൻപുട്ട് ഡിവൈസ് ആണല്ലോ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇൻപുട്ടായിട്ട് കൊടുത്തു. പിൻ മോഡ് LED പിന്നെ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്തു. പിന്നെ ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്തു. ബട്ടൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്താണ്, ഈക്വൽ ടു അസൈൻ എന്താണ്, ബട്ടൻ്റെ സ്റ്റേറ്റിൻ്റെ അകത്തോട് ഡിജിറ്റൽ റീഡ് ബട്ടൻ്റെ പിൻ എന്ത് ചെയ്തു, കൊടുത്തു. അതായത് ബട്ടൻ്റെ പിൻ എന്താണ്, 0 ആണ് ഇപ്പോൾ ഇനീഷ്യലി ഇതിൻ്റെ അകത്തുള്ളത്. ബട്ടൻ്റെ സ്റ്റേറ്റ് എന്താണ്, ഇപ്പോൾ 0 ആണുള്ളത്. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടില്ല, നെക്കിയിട്ടില്ല. അപ്പോൾ ഇനീഷ്യലി എന്താണ് 0 ആയിട്ടാണ്, നെക്കിയിട്ടേ ഇല്ല. അപ്പോൾ എന്താണ്, ജസ്റ്റ് ഒരു ഫ്രീ സ്പേസിൽ നിൽക്കുകയാണ്. ഇപ്പോൾ അത് നെക്കിയിട്ടില്ല, ഒന്നുമില്ല, ആ സ്റ്റേറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റാണ്. അതായത് ഇപ്പോൾ ഒന്നും ആയിട്ടില്ലല്ലോ, ബട്ടണിൽ ക്ലിക്ക് ചെയ്താലല്ലേ ഒന്നിലും ആവുള്ളൂ. അപ്പോൾ എന്താണ്, ബട്ടൻ്റെ സ്റ്റേറ്റ് ഈക്വൽ ടു, അതായത് ഹൈ എന്ന് പറഞ്ഞാൽ ഓൺ ആയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, 1 ആയിട്ട് മാറും.
അപ്പോൾ ഇത് ഈക്വൽ ടു എന്നാണ് പറയാം, ഒന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അസൈൻ എന്നാണ് പറയാം. അപ്പോൾ ഹൈ ആണോ എന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ ഹൈ ആണ്, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും അത് ഓൺ ആയിരിക്കും, ബട്ടൺ 1 ആയിട്ട് മാറും. അപ്പോൾ ഇനീഷ്യലി 0 ആണുള്ളത്, മാറിയാണ്ട് 1 ആയിട്ട് മാറും. ഡിജിറ്റൽ റൈറ്റ് LED പിന്നെ എന്തായിരിക്കും, അപ്പോൾ ഓൺ ആവണം എന്നുള്ള കമാൻഡ് കൊടുത്തു. ഓക്കെ, ദെൻ സെക്കൻഡിലോട്ട് വരാം. എൽസിൻ്റെ അകത്ത് ഡിജിറ്റൽ റൈറ്റ് LED പിന്നെ ലോ ആണോ എന്നുള്ളത്, ലോ ആണെന്നുള്ള എഴുതിച്ചു. ഒന്നെങ്കിൽ ഇത് വർക്കാവും, ബട്ടൺ നിൽക്കുന്ന സമയത്ത് ഈ കണ്ടീഷനാണ് വർക്ക് ആവുക, ബട്ടൺ നിൽക്കാത്ത സമയത്ത് ഈ കണ്ടീഷൻ വർക്കാവും. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്ന് എന്ത് ചെയ്യുക, നേരെ ChatGPT ചോദിക്കുക. പിന്നെ അതേപോലെ ആർഡിനോയുടെ ഒഫീഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇതുണ്ട്, ഇതിൽ നോക്കിയാണ് പഠിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞിരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാം നിങ്ങളോട് ചെയ്യാൻ പറ്റും ഇങ്ങനെ പറഞ്ഞു പോവല്ല. ഞാൻ ഇതൊക്കെ ഇങ്ങനെയാണ്, ഇവിടെ LED കണക്ട് ചെയ്താൽ LED വർക്കാവും, കണ്ടീഷൻ ഉണ്ട്, ലൂപ്പ് ഉണ്ട്, അറേ ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു തരുള്ളൂ. ഇവിടെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മണ്ണിൽ കുറച്ച് നല്ല ആഴത്തിൽ കുഴി കുത്തിയാൽ ഇവിടെ വെള്ളം വരുന്ന ഞാൻ പറഞ്ഞുതരും. പിന്നെ വെള്ളം വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ഭിത്തി കെട്ടണമെന്നും, ഭിത്തി കെട്ടി കഴിഞ്ഞാൽ വെള്ളം എടുക്കാൻ വേണ്ടി ഒരു ബക്കറ്റ് വേണമെങ്കിൽ കെട്ടാമെന്നും, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വെള്ളം പറഞ്ഞു തന്നു, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ട്രൈ ചെയ്യട്ടെ. അതിൻ്റെ അപ്പുറം ഭിത്തി കെട്ടാം, നല്ല അടിപൊളിയായിട്ട് ചെടികളൊക്കെ അപ്പുറമൊക്കെ വെക്കാം, ചെടികളെ വെച്ചുകൊണ്ട് നല്ല പൂന്തോട്ടം പോലെ അതിന് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ബോർഡ് പോലുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്ക്. അപ്പോൾ കണ്ടീഷൻ എന്താ മനസ്സിലായല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ 14ാമത്തെ ദിവസത്തിൽ എന്ത് ചെയ്തു, നമ്മൾ കണ്ടീഷൻ കവർ ചെയ്തു. അപ്പോൾ ഓരോ ദിവസത്തിലും ഓരോന്ന് കവർ ചെയ്ത് എന്ത് ചെയ്യാം, നമുക്ക് ലാസ്റ്റ് ദിവസമൊക്കെ എത്തുമ്പോൾ ടോപ്പ് ലെവലിലോട്ട് എത്താൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്കൊരു വരികയാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ ഒക്കെ വേണം കുറച്ച് കാലമൊക്കെ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ആ ലെവലിലോട്ടൊക്കെ എത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, താങ്ക് യു. അടുത്ത ദിവസത്തിൽ 15ാമത്തെ ദിവസത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, സീ യു.